ഒരു ചെറിയ ഗ്രാമത്തിൽ ഗോപാൽ എന്നയാളും ഭാര്യ സുമതിയും താമസിച്ചിരുന്നു. അവർക്ക് 2 കുട്ടികൾ, മൂത്ത മകൻ അരവിന്ദും ഇളയ മകൾ പ്രീതിയും. ഗോപാൽ ഗ്രാമത്തിൽ ഒരു ചെറിയ കിരാണ കട നടത്തുന്നു. ജീവിതം ലളിതമായിരുന്നു, പക്ഷെ അവരുടെ വീട്ടിൽ എപ്പോഴും ചിരിയും സ്നേഹവും നിറഞ്ഞിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് വലിയ ദുരന്തം സംഭവിച്ചു. ഗോപാലിന്റെ കടയിൽ തീപിടിച്ച് എല്ലാം കത്തിനശിച്ചു. മുഴുവൻ കുടുംബവും ദുഃഖത്തിൽ മുഴുകി. അരവിന്ദ് കോളേജ് പൂർത്തിയാക്കിയ പുതിയവൻ ബംഗളൂരുവിൽ പോയി ജോലി തേടണമെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. പ്രീതി വളരെ ചെറുതായിരുന്നതിനാൽ ഒന്നും മനസ്സിലാകുന്നില്ല. സുമതി മാത്രം മൗനമായി എല്ലാവരെയും നോക്കി നിന്നു. ആ രാത്രി അത്താഴ സമയത്ത് ഗോപാൽ വളരെ ദുഃഖത്തോടെ പറഞ്ഞു, "ഞാൻ നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല." അപ്പോൾ ചെറിയ പ്രീതി തന്റെ മുത്തശ്ശിയിൽ നിന്ന് പഠിച്ച ഒരു പാട്ട് പാടാൻ തുടങ്ങി. അവളുടെ നിഷ്കളങ്കമായ മനോഹരമായ ശബ്ദം കേട്ട് എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അരവിന്ദ് പറഞ്ഞു, "അച്ഛാ, ഞാൻ ബംഗളൂരുവിലേക്ക് പോകുന്നില്ല. നമ്മുടെ കടയെല്ലാം ഒരുമിച്ച് പുതുക്കി പണിയാം." പിറ്റേന്നു മുതൽ മുഴുവൻ കുടുംബവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അരവിന്ദ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ചെറിയ ലോൺ ഏർപ്പാടാക്കി. സുമതി വീട്ടിൽ നിന്ന് സ്നാക്കുകളും ഭക്ഷണവും തയ്യാറാക്കി വിൽക്കാൻ തുടങ്ങി. പ്രീതി ചെറിയ ചെറിയ പൂക്കളാൽ പുതിയ കടയെ അലങ്കരിച്ചു. ഗോപാലിന്റെ കണ്ണുകളിൽ പുതിയ പ്രത്യാശ ജനിച്ചു. 6 മാസത്തിനുള്ളിൽ അവരുടെ ചെറിയ കട വീണ്ടും തുറന്നു. പക്ഷേ ഇത്തവണ അത് ഒരു സാധാരണ കട മാത്രമല്ല, അത് കുടുംബസ്നേഹത്തിന്റെ കട ആയി മാറി. ഗ്രാമത്തിലെ ആളുകൾ വന്ന് ഈ കടയിൽ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു. പല വർഷങ്ങൾക്ക് ശേഷം അരവിന്ദിന്റെ മകനോട് ഗോപാൽ പറഞ്ഞു, "പണം കത്തിപ്പോകാം, പക്ഷേ കുടുംബം ഒരുമിച്ചുണ്ടെങ്കിൽ ഒന്നും ഒരിക്കലും നശിക്കില്ല."